ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. ചാകണോടി നീയൊക്കെ ഇങ്ങനെ കമ്പി പഴിപ്പിച്ച് മാംസം കരിച്ചിട്ട് കാര്യമില്ല ദാക്ഷായണി. ആ ഇലക്ട്രിക് ഷോക്ക് കൊടുക്ക്, അവള് പറയും. സത്യം തന്നെ ഞാൻ ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ നിന്റെ ശവമായിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. സത്യം പറയാം സർ. ആരായിരുന്നു നിന്റെ കൂടെ നിന്ന് കുടിച്ചവര്? ആരാന്നറിയില്ല, കടലിൽ നിന്ന് എന്റെ അങ്ങേര് പറഞ്ഞയച്ചതാ. പിന്നെന്തിന് ബാറിൽ വെച്ച് നീ അവന്മാരുമായിട്ട് വഴക്കിട്ടു? കള്ള് തലയ്ക്ക് പിടിച്ചപ്പോ അതിലൊരുത്ത എന്റെ മേത്ത് കൈവച്ചു. ഞാൻ അത്രക്കാരല്ല സർ. പോലീസുകാരെ കണ്ടപ്പോ അവർ ഓടിക്കളഞ്ഞു. അങ്ങേരറിഞ്ഞ 4 കൊല്ലും. ആളെ കൊല്ലുന്ന നിന്റെ അങ്ങേരാരാടി? അവനിപ്പോ എവിടെയുണ്ട്? കടലിൽ. ഈ ആഭരണങ്ങളൊക്കെ നിനക്ക് ഡിക്രൂസ് എന്ന സമ്മാനമായിരിക്കും അല്ലേ? ഇതിന്റെ ബാക്കി ഇനിയും കാണുമല്ലോ. അതെവിടെയുണ്ട്? അല്ലെങ്കിൽ നിന്റെ ഇലക്ട്രിക് ഷോക്ക് വേണോ നിനക്ക്? ദാക്ഷായണി, ഇവിടെ പുറത്തേക്ക് കൊണ്ടുപോ. വേണ്ട സർ, ഞാൻ പറയാം. ദാക്ഷായണിയെ പറഞ്ഞ അറിയുന്നത്. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടും സാറിങ്ങനെ തനിച്ച് പലതും പറ്റിയിരുന്നെങ്കിലോ? പരിവാരത്തോടെ പുറപ്പെട്ടു വരുമ്പോഴേക്കും ഇവൻ മുങ്ങിയിരിക്കും, പിന്നെ കണ്ടെന്ന് വരില്ല. നിന്റെ ബലമൊന്നും മാസിന്റെ അടുത്ത് വേണ്ട, കൈ കാണിക്കട. സൂക്ഷിക്കണം, സ്റ്റേഷനിൽ എന്റെ ഷെൽഫിൽ വെച്ചേക്കും. സാർ,
നിങ്ങൾ നിൽക്ക്. വക്കീലിരിക്കും. എന്ത് വേണം? ഞാൻ സഹദേവൻ. അബ്കാരി കോൺട്രാക്ടർ സഹദേവനെ അറിയാത്തവർ ഈ നാട്ടിൽ ആരാ ഉള്ളത്? നിങ്ങൾ ആ ഡിക്രൂസിനെ ഇടിച്ച് അവശനാക്കി ഇവിടെ കൊണ്ടുവന്നു അറിഞ്ഞു. അവനെ ജാമ്യത്തിൽ ഇറക്കാനാ ഞാൻ വന്നത്. പറ്റില്ല. ഇല്ലെങ്കിൽ താൻ അവനെ ഇടിച്ചു കൊല്ലും. തന്റെ സ്വഭാവം അതാ. സർ, താൻ വേണ്ടാത്ത കുഴപ്പമുണ്ടാക്കി വെക്കരുത്. ബാലു, ഞാൻ പറഞ്ഞ സാറിനെ അനുസരിച്ചില്ലെന്ന കുറ്റം കൂടെ എനിക്ക് ഏൽക്കേണ്ടി വരും. താൻ എന്ത് പറയുന്നു? മിസ്റ്റർ സഹദേവൻ, നിങ്ങൾ ഇവിടുത്തെ ചില മന്ത്രിമാരടക്കമുള്ളവരെ വിലക്കെടുത്തവനാണെന്ന് എനിക്കറിയാം. നാളത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കിട്ടിയ സ്ഥാനം നിലനിർത്താനും അവർക്ക് നിങ്ങളടക്കമുള്ള ലിക്കർ ലോബിയുടെ പണം ആവശ്യമുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവർ വാലാട്ടി നിന്ന് വരും. എന്നെ അതിന് കിട്ടില്ല. അതൊന്നും താൻ പറയണ്ട. നിയമപ്രകാരം നിയമം എനിക്കറിയാം മിസ്റ്റർ. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ 24 മണിക്കൂർ നേരം കസ്റ്റഡിയിൽ വെക്കാൻ എനിക്ക് അധികാരമുണ്ട്. അതിനിവിടുത്തെ അബ്കാരി കോൺട്രാക്ടർ അല്ല, ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇൻസ്പെക്ടർ, ഉറപ്പാണോ? അതെ. നിങ്ങൾക്ക് ജാമ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ കോടതി വരും. അവിടെ നാളെ കാലത്തെ ഞാൻ അവനെ ഹാജരാക്കും. ഹലോ, സ്റ്റേഷനല്ലേ? ഇത് വാസുവാണ്. നമ്മുടെ ബൽറാം സാറിനെ കുറച്ച് ഗുണ്ടകളെല്ലാം ചേർന്ന് അടിക്കുന്നു. പ്രീതി, നീ? പ്രീതി കൃഷ്ണ, കൃഷ്ണപിള്ളയുടെ മകൾ. ഓർക്കുന്നുണ്ടോ സാർ? ബാലു, കരയുക? Yes. Out of shame. Because of you.